കരിനീലക്കരിമ്പുകൾ വിളയുമ്പോൾ തോളിലേറ്റി കാവടിയാടുന്ന കാറ്റേ കാവടിയാടുന്ന കാറ്റേ കാലിന്മേൽ തളയിട്ട് തുള്ളുന്ന തിരയുടെ കളിയാട്ടം കാണടി കാറ്റേ കാലിന്മേൽ തളയിട്ട് തുള്ളുന്ന തിരയുടെ കളിയാട്ടം കാണടി കാറ്റേ. എല്ലാവരുടെയും പേരൊന്നും അറിയില്ല. I'll get to know it in the conversation. എല്ലാവരും വളരെ സ്മാർട്ടാണ്. വൺ തിങ് ഐ ലൈക്ഡ് അബൌട്ട് ദ ഷോ ഇസ് നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിൻ ഇംപ്രൂവിങ് ഫ്രം റൗണ്ട് ടു റൗണ്ട്. I can really see that, and I think even the judges agree to me. So you all are doing this show. ഈ കോമ്പറ്റീഷനിൽ വന്നിരിക്കുന്ന സ്റ്റേജ് പെർഫോമൻസ് അല്ലേ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ ഐ ക്യാൻ ഗിവ് യു ടിപ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റേജ് ഫ്രൈറ്റ്, അതൊരു വല്ലാത്തൊരു ക്രൂഷ്യൽ ഫാക്ടറാണ്. എപ്പോഴും ജനങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള, ജനങ്ങൾ കേട്ടിട്ടുള്ള ഒരു പാട്ട് നല്ല രീതിയിൽ കുറച്ച് ടഫാണെങ്കിലും ടഫ് അല്ലെങ്കിലും അത് അവർ കേട്ട് പരിചയിച്ചിരിക്കുന്ന അതേ രീതിയിൽ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ സക്സസ്. ലൈക്ക് ഐ തിങ്ക് ശ്രീ പാർവതി ഹാഡ് എ പ്രോബ്ലം വിത്ത് സൂര്യകാന്തി അല്ലേ. അതിൻ്റെ ചെറിയ സൂര്യകാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പാട്ടാണ്. കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ചെറിയൊരു അത് ജഡ്ജസ് പറഞ്ഞ അതേ സംഭവം തന്നെ. ചെറിയൊരു ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അതങ്ങനെ അല്ലല്ലോ എന്ന് ഉടനെ പറയും. അങ്ങനെ ഒരു ഇതുണ്ടാക്കരുത്. അപ്പോൾ കേൾക്കുമ്പോൾ ശരിക്കും കേട്ടിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് പാടാൻ ശ്രദ്ധിക്കുക. ഓ ഈ പാട്ടാണോ കുട്ടി ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സെലക്ഷൻ ഓഫ് സോങ്ങിൽ അവർ വീഴും. പിന്നെ അത് പാടി അത് അതേമാതിരി നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ യുവർ മാർക്സ് ആർ ഗോയിങ് അപ്പ്, യു നോ. സോ ദാറ്റ് ഈസ് വേ യു ക്യാച്ച് ദി ഓഡിയൻസ്. സ്റ്റേജ് ഫ്രൈറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് യു ഹാവ് ടു സിങ് ആൻഡ് സിങ് ആൻഡ് സിങ് ആൻഡ് സിങ് ആൻഡ് സിങ്, ദെൻ ഓൺലി യു ക്യാൻ യു നോ ടോൺ യുവർ വോയിസ്. അൽഫോൻസ് ചേട്ടൻ ഏതോ ഒരെണ്ണത്തിൽ പറഞ്ഞു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആൻഡ് സിങ്. അപ്പോൾ യു ക്യാൻ സീ യുവർ ഫേസ്. വെൻ യു സീ യുവർ ഫേസ് നമ്മളിങ്ങനെ നിന്നാ പാടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. സോ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന് മുമ്പിൽ നിൽക്കുകയാണെങ്കിലും ഒരു പൊടിക്കൊരു ചിരിയോ നമ്മളൊരു മിററിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എങ്ങനെ ഏത് ആംഗിളിൽ വെച്ചാലാണ് ഭംഗി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ആംഗിളിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് കുറച്ച് അപ്പീലിംഗ് ആയിട്ട്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാട്ടിൻ്റെ സംഭവം മാത്രമല്ല, ഹൗ യു ക്യാൻ പ്രസൻറ്റ് യുവർ സെൽഫ് ഓൺ സ്റ്റേജ്. ഇന്നത്തെ കാലത്ത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം, നന്നായിട്ട് പെർഫോം ചെയ്യണം, കുറച്ചൊരു താളബോധമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന്, നോട്ട് ടു മച്ച് ഓഫ് ഡാൻസ്, ബട്ട് ചെറുതായിട്ട് ഇഫ് യു ക്യാൻ ഈസ് ഔട്ട്. ആ ഒരു ഡാൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മെലഡി പാടുമ്പോഴല്ല, വേറെ ഏതെങ്കിലും പെപ്പി നമ്പർ പാടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇപ്പോൾ ഇങ്ങനെ അനങ്ങാൻ പറ്റുകയാണെങ്കിൽ അവർ വിചാരിക്കും ഓ ഈ കുട്ടിക്ക് ടെൻഷൻ ഇല്ലല്ലോ, എൻജോയ് ചെയ്ത് പാടുന്നുണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്. ചുമ്മാ പാടാൻ വേണ്ടിയിട്ടല്ല, വരികൾ ശ്രദ്ധിക്കണം. ഹിന്ദി പാടുമ്പോൾ മലയാളം ചുവയ്ക്കരുത്. അങ്ങനെയുള്ളവർക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. പുറത്ത് പോകുമ്പോൾ അയ്യോ ഇതെന്താ ഈ പാടുന്നത്, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. കാരണം അവരുടെ ഭാഷയാണ് ഹിന്ദി. അവരത് കേൾക്കുമ്പോഴത്തേക്ക് ഇതെന്താ ഇങ്ങനെ ഒരു തരം ഹിന്ദി എന്ന് വിചാരിക്കും. അപ്പോൾ മലയാളം ചുവയ്ക്കാതെ അത് പാടാൻ പറ്റണം. അതേമാതിരി തമിഴ് പാടുമ്പോഴും സെയിം തിങ്, ഇംഗ്ലീഷ് പാടുമ്പോഴും സെയിം തിങ്. ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, എല്ലാം വന്നോളണമെന്നില്ല. പക്ഷേ യു ഹാവ് ടു ഓൾവേസ് ഗിവ് ഇറ്റ് എ ട്രൈ. ട്രൈ സിംഗിങ് മാക്സിമം സ്റ്റൈൽസ്, ട്രൈ സിംഗിങ് മാക്സിമം നമ്പർ ഓഫ് ലാംഗ്വേജസ്, ട്രൈ സിംഗിങ് മാക്സിമം നമ്പർ ഓഫ് എന്താ പറയുക, ബി വേഴ്സറ്റൈൽ. പാടുമ്പോൾ ഈ സംഭവം ചവിട്ടിൽ കൈവയ്ക്കുന്നത്, പിന്നെ ഇങ്ങനെ സംഗതി വന്നില്ലെങ്കിൽ കൈയും കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക, ഇങ്ങനെ ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊന്നും വരില്ല, അത് വന്നാലേ വരുള്ളൂ. പിന്നെ ഈ ഹൈ പാടുമ്പോൾ കഴുത്ത് പൊക്കിയാലേ ഹൈ വരുള്ളൂ എന്നല്ല, ഇവിടെ നിന്നാണ് ശബ്ദം വരുന്നത്, ഇവിടെ നിന്നല്ല, ഇറ്റ്സ് കമ്മിങ് ഫ്രം ഹിയർ. സോ ഹൈ പോകുമ്പോൾ ഇവിടെ നിന്ന് വലിച്ചു പാടുക, കഴുത്ത് പൊക്കേണ്ട ആവശ്യമില്ല. സാധാരണ എനിക്കൊരു പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു കുണുക്ക് തോന്നും അകത്ത്. ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വരണേ എന്തുകൊണ്ടാണ്, അതിൻ്റെ പാട്ടിൻ്റെ ഭംഗി കൊണ്ട്, അതിൻ്റെ വരികളുടെ ഭംഗി, അതൊരു സിംഗർ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലൊരു ഭംഗി വരുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഗൂസ് ബംസ് വരും, കുളിര് കോരണ ഫീലിംഗ് ഒക്കെ വരുന്നത്. അത് നിങ്ങൾ പാടുമ്പോൾ വരുത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ജയിച്ചു. ഓക്കെ, പാടാം. അപ്പോൾ എല്ലാവരും കോറസ് റെഡിയാണോ? With the magic in his ass, checking every girl inside, doing like he does the mambo. And he's a Manalina disco playing sexy, feeling hotter. He's the king Balando, ritmo ragatanga. And the DJ that he knows well on the spot, always around to play some mix of digo, mezcla, cola, salsa. Ila baila, and he dances, ila canta. I said hey,
Ha, the hey to the hey, but say we you know Obama, happy on the boogie on the where it be. മാഡം ഇപ്പം പിന്നെ കുറേ സ്റ്റേജ് പെർഫോമൻസെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ലിറിക്സ് കാണാതെ പഠിച്ചിട്ടാണോ ചെയ്യാറുള്ളത്, അല്ല ലിറിക്സ് വെച്ചുകൊണ്ടാണോ? അപ്പോൾ ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? നിതീഷ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ വിട്ടുപോയതാണ് പറയുന്നതിൻ്റെ ഇടയ്ക്ക്. ഒരു സ്റ്റാൻഡും ഒരു ബുക്കും മുമ്പിൽ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ആ സ്റ്റാൻഡും ബുക്കും അവിടെ ഇല്ലാണ്ടിരിക്കുന്നതാണ്. സ്റ്റാൻഡും ബുക്കും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ആദ്യം നഷ്ടപ്പെടും. അതില്ലെങ്കിൽ എന്തോ പോയമാതിരിക്കും ഒരു ഫീലിംഗാണ്, അയ്യോ ദൈവമേ സ്റ്റാൻഡില്ല ബുക്കില്ല. അങ്ങനെ പാടില്ല, ഒരിക്കലും പാടില്ല. സ്റ്റാൻഡില്ലെങ്കിൽ ബുക്കില്ലെങ്കിൽ ഈ പാട്ട് അറിയാമല്ലോ നമുക്ക്. നമ്മളത് പാടുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അതിൻ്റെ വരികൾ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡും വേണ്ട, ഒരു ബുക്കും വേണം. അത് കൂടുതൽ ഇപ്പം നിന്ന് പാടുമ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഏത് പാട്ടാണ്, ഏതെങ്കിലും എടുക്കൂ. ഒവ്വൊരു പൂക്കളുമേ சொல்கிறதே வாழ்வென்றால் പോരാടും പോർക്കളമേ. ഒവ്വൊരു പൂക്കളുമേ സൊൽகிறதே വാഴ്വെൻറാൽ പോരാടും പോർക്കളമേ എന്ന് പറയുന്നത് ഓരോ പൂവും പറയാണ്. വാഴ്വെന്ന് പറയുന്നത് നമ്മൾ വിൻ ചെയ്യുന്ന ഒരു ബാറ്റിലാണ്, നമ്മൾ പോരാടുന്ന ഒരു ബാറ്റിലാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് നമ്മുടെ മുഖത്ത് അറിയണം. അമ്മ എന്ന വാക്കുകൊണ്ട് പൂജ ചെയ്തിടാം, അമ്മ എന്ന വീണ കൊണ്ടു പാട്ടുമീട്ടിടാം, നെഞ്ചിലെ പാലമൃതീകി വേനലിൽ തണലായി എൻ്റെ ഈ ജന്മം നിന്നു പൊള്ളും ഒരു യാത്രയിൽ അമ്മ എന്ന വാക്കുകൊണ്ട് പൂജ ചെയ്തിടാം, അമ്മ എന്ന വീണ കൊണ്ട് പാട്ടുമീട്ടിടാം. ആക്ച്വലി ഞങ്ങളെല്ലാം ഇപ്പം ഒരു പെർഫോമർ ആവാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സ്റ്റേജിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ വളരെ താങ്ക്സ് എല്ലാവരുടെ അടുത്തു നിന്നും റെപ്രസെൻറ്റ് ചെയ്തു. ഇത്രയും നല്ലൊരു പ്രോഗ്രാമിൽ എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്കൊക്കെ അഡ്വൈസ് തരാൻ എന്നെ വിളിച്ച അമൃത ടിവിയോടും ഇതിൻ്റെ പ്രൊഡ്യൂസറിനോടും ക്രൂവിനോടാണ് ഞാൻ എൻ്റെ നന്ദി പറയുന്നത്. നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. വെറുതെ പറയുകയല്ല, സത്യമായിട്ട് എനിക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട്. നല്ല കഴിവുള്ള കുട്ടികളാണ്. hope you all get everything that you wish for in life. Okay? Do not leave confidence. Do well. You're all superstars. Not one, you're all superstars.